ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് ഹൊറർ പരമ്പരയായിരുന്നു കടമറ്റത്ത് കത്തനാർ. ഇന്നും ഈ സീരിയൽ മലയാളികളെല്ലാവരും ഓർക്കുന്നുണ്ട്. കത്തനാർ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പ്രകാശ് പൗൾ ആയിരുന്നു. അന്ന് ഈ സീരിയലിന് നിരവധി ആരാധകരുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പ്രകാശ് പൗളിന്റെ അവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഒരു അഭിമുഖത്തിലൂടെയാണ് പ്രകാശ് പൗൾ തന്റെ മനസ്സ് തുറക്കുന്നത്. താരത്തിന്റെ വാക്കുകളിങ്ങനെ: എൻ്റെ ജീവിതത്തിൽ ഒരു സമയത്ത് വല്ലാത്ത കടബാധ്യസ്ഥനായി മാറുകയായിരുന്നു ഞാൻ. കടമെന്നെ വല്ലാതെ ബാധിച്ചു. സാമ്പത്തിക ബാധ്യത വല്ലാത്ത പ്രശ്നമായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടൊന്നും അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടില്ല. എങ്കിലും കുറച്ചൊക്കെ ഒരു സമാധാനമുണ്ട്. വലിയ കടങ്ങളൊന്നുമില്ല, അതൊക്കെ വീട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉള്ളത് ചെറിയ ചെറിയ കടങ്ങളാണ്. അതും കൂടെ വീട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വസ്ഥനാണ്. പ്രകാശ് പൗൾ തന്നെ പറയുന്നു, കടമറ്റത്ത് കത്തനാർ എന്ന സീരിയൽ എൻ്റെ ജീവിതത്തെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. കാരണം ആ സീരിയലിലൂടെ അഭിനയിച്ചതിൽ പിന്നെയാണ് എന്നെ മലയാളികളെല്ലാവരും അറിയാൻ തുടങ്ങിയത്. കത്തനാർ എന്നാണ് എന്നെ പലരും വിളിച്ചിരുന്നത്. എന്തിന് ഏറെ പറയണം, എൻ്റെ നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കൾ പോലും എന്നെ വിളിച്ചിരുന്നത് കത്തനാർ എന്നായിരുന്നു. പലരും എന്നെ കണ്ടിരുന്നത് ഭക്തിയോടുകൂടെയായിരുന്നു. 2004 കടമറ്റത്ത് കത്തനാർ എന്ന സീരിയൽ ആരംഭിച്ചു തുടങ്ങിയത്. ആ സമയങ്ങളിലൊക്കെ എല്ലാവരും എന്നെ വിചാരിച്ചിരുന്നത് ഞാനൊരു വൈദികനാണെന്നും ഞാൻ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവനാണെന്നുമായിരുന്നു. അന്ന് നായകനായി അഭിനയിക്കാൻ വേണ്ടിയല്ലായിരുന്നു എന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വിളിച്ചിരുന്നത്. സീരിയലിൻ്റെ ടൈറ്റിൽ സോങ്ങിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയായിരുന്നു. അതായത് നായകൻ്റെ ഡൂപ്പായി അഭിനയിക്കാൻ. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് കത്തനാരായി അഭിനയിക്കാനിരുന്ന നായകൻ പിന്മാറി. അങ്ങനെ ഡൂപ്പായി അഭിനയിച്ച എന്നെ സെലക്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഞാൻ കത്തനാർ എന്ന വേഷമണിയുന്നത്. പിന്നീടങ്ങോട്ട് എല്ലാവരും എന്നെ കാണുന്നത് ഒരു വൈദികനായ. എൻ്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഇന്നെനിക്ക് സ്വന്തമായൊരു പേര് പോലുമില്ല. കാരണം എല്ലാവരും എന്നെ കാണുന്നത് കടമറ്റത്ത് കത്തനാറായിട്ടാണ് എന്ന് താരം സന്തോഷത്തോടെ തമാശയോടെ പറയുകയും ചെയ്തു. കടമറ്റ് കത്തനാറിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പറയാൻ മറക്കരുത്.